ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് GTA 5 ഒരു പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ ലിറ്ററലി കുറേ നാളായി ഗൈസ് നമ്മൾ GTA 5 ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ഇടാന്ന് വെച്ചാൽ ഞാൻ ഏകദേശം 7 മാസത്തോളമായി ഗൈസ് GTA 5 വീഡിയോ കളിച്ചിട്ട്. അപ്പോൾ ഗൈസ് ഇന്ന് വിചാരിച്ചു GTA 5 ഇടാന്ന്. അപ്പോൾ ഗൈസ് നമുക്കിന്ന് അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ആരെയും നേരത്തെ വിളിക്കണേ? മൈക്കിളാണുള്ള ഗൈസ്. അറ്റൻഡ് ചെയ്തോ കാര്യം എന്തിനാണ്? ശരി, നോക്കട്ടെ. മൈക്കിളാണ് ഗൈസ് നമ്മൾ വിളിച്ചത്. ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മുടെ ഇവിടെ ഈ അടുത്ത് ഒരു ഷോ നടക്കാൻ പോകുന്നുണ്ട് കേസ്, ഒരു സെലിബ്രിറ്റിയുടെ ഷോ. അപ്പോൾ ആ മൈക്കിൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആൾക്കൊരു കാറുണ്ട് കേസ്, അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ളൊരു കാറുണ്ട്. അതൊന്നും മൈക്കിളിന് എടുത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളോട് പോയി ചെന്ന് നോക്കാൻ പറഞ്ഞു കേസ്, ലൊക്കേഷനൊക്കെ ആൾ ഇട്ടരാന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം കേസ്, ഇവിടെ എടുത്താന്നാണ് പറഞ്ഞത്. അധികം ദൂരമൊന്നും ഉണ്ടാവില്ല കേസ്, നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കി നോക്കാം. ലൊക്കേഷൻ അയച്ചു തരും കേസ് മൈക്കിള്. അയ്യോ ബാക്കിക്കാണ് കേസ്, അങ്ങടല്ല ബാക്കിക്കായിരുന്നു. ആള് പറഞ്ഞ അധികം റിസ്ക് ഒന്നും ഇല്ല എന്നാണ് കേസ്. ചിലപ്പോൾ 2-3 സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞോളൂ. സെലിബ്രിറ്റി ആണ് കേസ്, അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സെക്യൂരിറ്റീസ് ഉണ്ടാവും. അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കേസ്. ഈ നേരത്ത് പോയാൽ രാത്രിയാണ് ഷോ, അതുകൊണ്ട് ഈ നേരത്ത് പോയാൽ അധികം തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ അതായത് പോയി നോക്കാം കേസ്. അപ്പോൾ എത്താറേന്ന് തോന്നണേ എന്നിട്ട് ഇന്ന് രാത്രി എന്തോ ഷോ ഉണ്ടെന്ന് അതാന്ന് തോന്നണേ. സൈൻ്റെ ബോർഡാന്ന് തോന്നണേ. 7 മണിക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് കേസ് ഇവിടെ, വലിയ സെറ്റപ്പാന്ന് തോന്നുന്നത്. അയ്യോ ഉണ്ടായി, ഞാനൊന്നും ചെയ്തില്ല. സാരി കൊച്ചുണ്ടാക്കുന്നുണ്ട് ഈസ്, എന്തിനാന്ന് പറഞ്ഞൂടാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ, ഞാൻ ആരെങ്കിലും ഇടിച്ചോന്ന് പറഞ്ഞു. ഞാൻ ആരും ഇടിച്ചില്ല ഈസ്, അതിൻ്റെ ഒന്നുമല്ല, വേറെ എന്തിൻ്റെയാ. ബസ്സൊക്കെ എടുക്കുക, കുറേ കാറുണ്ടല്ലോ കേസ്. ഇത് മൈക്രോ ആരും ഉണ്ടാവില്ല കേസ് ഇവിടെ, പക്ഷെ ഇവിടെ നമ്മൾ ചുറ്റും കാറാണ്. അയ്യോ ബാക്കിയാണ് കേസ് ഉദ്ദേശിച്ചത്. നമുക്ക് പോയി നോക്കാം കേസ്, നമ്മൾ എന്തെങ്കിലും അവിടെ എത്തിയതല്ലേ കേസ്. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേസ്. നമുക്ക് എന്തെങ്കിലും ഒരു പതുക്കെ സാധാരണക്കാരായിട്ട് ഷോ കാണാൻ വന്ന ആളുടെ പേര് നടന്നു പോകുന്നത്. ഷോ അല്ല, ആളെ കാണാൻ വന്ന പോലെ കേസ്. മൈക്കിൾ പറഞ്ഞ പോലെ അധികം ആൾക്കാരൊന്നും ഇല്ല കേസ്, കുറച്ച് ആൾക്കാരുള്ളൂ. ഈ ആൾ പറയുന്നതൊക്കെ കേട്ട് നിൽക്കണ കേസ്, വേറെ ഒന്നുമില്ല. അവിടെ നല്ല സൗണ്ടാണ് കേസ്. അതുപോലെ ബെഞ്ചിലൊന്നും ഇല്ല കേസ്, ആരും ഇല്ല കേസ്. ബെഞ്ചൊക്കെ കാര്യമാണ് കേസ്. കുറച്ച് സെക്യൂരിറ്റീസ് ഉണ്ട് കേസ്, അത് വേറെ ഒന്നുമില്ല അവിടെ. വേറെ എവിടെയും ഞാൻ സെക്യൂരിറ്റീസിനെ കണ്ടില്ല, വേറെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞോളൂ കേസ്. ഇപ്പം ഇത്ര ഉള്ളതെന്ന് തോന്നുന്നു, 3 ഉള്ളതെന്ന് തോന്നുന്നു. അധികം ഒന്നും കണ്ടില്ല. അപ്പം നമുക്ക് മൈക്കിളിനെ വിളിച്ച് പറയാം കേസ്, നമുക്ക് ഈ കാർ എടുക്കാമെന്ന്. ഹലോ ആടെ ഫ്രണ്ടല്ലേ, അപ്പോൾ നീ കാർ എടുക്കാൻ സെറ്റല്ലേ? ആടെ മൈക്കിൾ, ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, ഈസിയാന്ന് തോന്നുന്നു അതെടുക്കാൻ. ആടതല്ല ഞാൻ നിന്നോട് പറഞ്ഞു ഈസിയാണ്. പിന്നെ ചിലപ്പോഴേ ഈ കാർ എടുക്കാൻ നിന്നിട്ട് ചിലപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ കുറച്ച് പോലീസ് വരും. പോലീസാ? നീ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല നേരത്തെ. ഞാൻ പറഞ്ഞതിൽ കുറച്ച് റിസ്ക് ഉണ്ട്. അത്രയ്ക്ക് റിസ്ക് ഒന്നുമില്ല, നിനക്ക് ഇത് ഈസിയായിട്ട് രക്ഷപ്പെടാം. അധികം പോലീസൊന്നും ഇല്ല. നോക്കട്ടെ. കുറച്ച് റിസ്ക് ഉണ്ട് കേസ്. മൈക്കിൾ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കുന്ന നേരത്തെ നമ്മുടെ പിന്നാലെ പോലീസ് വരുന്നതാണ്. അറിയില്ല കേസ്. നമ്മളിതിൽ ഏത് കാർ എടുക്കണേന്ന് ചോദിച്ചില്ലേ കേസ് മൈക്കിളിനോട്, വിളിച്ചു നോക്കിയാ കേസ്. ഹലോ മൈക്കിൾ. ആടാ പറയടാ. ഇതിൽ എവിടുത്തെ ഏത് കാർ എടുക്കണം? ഇവിടെ കുറേ കാറുണ്ട്, ഇതിൽ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതോ നീ രക്ഷപ്പെടിക്കണ, അത് നിനക്ക് കണ്ടാൽ മനസ്സിലാവും. അധികം കാണാത്ത വണ്ടിയാണ്, നീ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ വണ്ടി. ശരി. അപ്പോൾ ഈ മൈക്കിൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് ആ കാറ് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഐസ്. അതൊന്ന് വെറൈറ്റി കാറാണെന്ന് പറഞ്ഞേ, അത്യാവശ്യം കളറൊക്കെ അടിച്ച് മോഡിഫൈ ചെയ്ത് വെച്ചാൽ കാറാണെന്നാണ് ഐസ് പറഞ്ഞേ. നമുക്ക് നോക്കാം കൈസ്, ഇതിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി വെക്കാം നമുക്ക്. അത് ഇങ്ങനത്തെ കാറാവാൻ വേണ്ടി ചാൻസ് കുറവാണ് കേസ്. ഇത് കണ്ട സാധാരണ ഒരു കാർ പോലെ ഉണ്ട് കേസ്. സാധാരണ ഒരു ഓർഡിനറി കളറായിട്ടുള്ള കാറല്ല എന്നാണ് കേസ് പറഞ്ഞത്. ഇതൊക്കെ സാധാ കാർ പോലെ തന്നെ ഉണ്ട് കാണേ. ഇടുന്നില്ലല്ലോ വേറെ ഒന്നും അങ്ങനെ കാണാനില്ല കേസ്. അങ്ങനെ സെലിബ്രിറ്റിയുടെ മാത്രം അങ്ങനെ പറയാനായിട്ട് വേറൊരു കാര്യം കാണാനില്ല ഇവിടെ. ഇവിടെ വേറൊരു പാർക്കിംഗ് ലോട്ടുണ്ട് കേസ്. ഇവിടെ ഉണ്ടോ നോക്കാം. അവിടെ അതാന്ന് തോന്നണം കേസ്, ഒരു വെറൈറ്റി പോലെ നിൽക്കുന്നുണ്ട്. ഒരു ലംബോർഗിനി പോലത്തെ ഒരു വണ്ടി കേസ്. മോനെ സീൻ വണ്ടി ഇത് തന്നെയാണെന്നുണ്ട് കേസ്. മറ്റേ ഇവിടെ കണ്ട ഓരോ വണ്ടികളിലൊക്കെ വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് കേസ്, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് കേസ് ഈ സാധനം. ഇത് തന്നെയാണെന്നുണ്ട് കേസ്. നമുക്കൊന്ന് ഫോട്ടോ എടുത്ത് ചോദിച്ചു നോക്കാം കേസ്. നമുക്കൊരു ഫോട്ടോ എടുത്ത് മൈക്കിളിനെ അയച്ചു കൊടുക്കാം. ചോദിക്കാം കേസ് ഈ വണ്ടി വേണമെന്ന്. മൈക്കിളിന് സെൻഡ് ചെയ്തിട്ടുണ്ട് കേസ്. നമ്മുടെ വണ്ടി മരിക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് കേസ്. നമ്മളിവിടെ വന്നൊരു ആളാന്ന് വിചാരിച്ചോട്ടെ. മൈക്കിളിലേക്കുണ്ട് കേസ്.
ആ മൈക്കിൾ ആ കാറിനില്ലേ അവിടെ തന്നെ അതന്നെ. പിന്നെ കാറിന് ഇടിക്കാണ്ട് നോക്കിക്കോളൂ, വിലപ്പിടിപ്പോ കാറില്ലേ സൂക്ഷിച്ചു കൊടുന്നോളൂ. ഓക്കെ ഓക്കെ സെറ്റ്. പിന്നെ ഇതിന് കാറിൻ്റെ വീട്ടിൽ കൊടുന്നാൽ പോരെ? അവിടെ എൻ്റെ ഗാരേജിൽ ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ കാർ ഇതൊക്കെ തന്നെയാണ് കേസ്, നമുക്ക് ഇതിൻ്റെ അടുത്ത് പോയാൽ മതി. എടുക്കുമ്പോൾ പോലീസൊക്കെ വരുന്നതാണ് കേസ് പറഞ്ഞത്, നമുക്ക് നോക്കി നോക്കാം കേസ്. അപ്പോൾ ഈ നമ്മൾ എടുക്കുന്ന അപ്പനെ പോകണം കേസ്, നമ്മളൊന്നും നോക്കണില്ല. 4 സ്റ്റാറാ ഈ കുറച്ച് പോലീസ് കൊണ്ട് 4 സ്റ്റാർ വേണ്ടല്ലോ നോക്കണ കേസ്. ഇപ്പോൾ ഹെലികോപ്റ്റർ അല്ലേ വരുന്നു കേസ്, നിറച്ച് പോലീസ്, കുറേ പോലീസ് ഉണ്ട്. അയ്യോ ഓടിക്കല്ലേ, എനിക്ക് പറഞ്ഞ കേസ് ഇടിക്കാണ്ട് കൊണ്ട് ഞാൻ. പിന്നെ ഒടുക്കത്തെ സ്പീഡാണ്, കൺട്രോൾ ചെയ്യാൻ കഷ്ടപ്പാട്. അയ്യോ ഇത് ബ്ലോക്ക് വെച്ചോളൂ, ഓടിക്കലേ. റിവേഴ്സെടുത്തോ സെറ്റ് സെറ്റ് സെറ്റ്. വേറെ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്, ഇതേ വരണത് ഒന്നിന് പിന്നെ ഒന്ന് തന്നെ വന്നോണ്ടിരിക്കണേ. നിറച്ച് ബ്ലോക്ക് വെച്ചോണേ, ഇവിടെ ബ്ലോക്ക് വെച്ചോളൂ, ഇതേ അർത്ഥം തീർന്നു. കുറേ ഉണ്ട് 4 സ്റ്റാർ, കുറച്ചൊന്ന് വാങ്ങി ഇതായിരുന്നു മൈക്കിള്. അയ്യോ റോഡില്ല, ഒന്നും പറ്റിയില്ല. ചെറിയ അടികൾ വണ്ടി ആകുമ്പോൾ കുറച്ച് തട്ടുമുട്ടലൊക്കെ ഉണ്ടാവും കേസ്, അത് നോക്കണ്ട. നമ്മൾ ഹൈവേയിൽ എത്തി, ഇനി നമുക്ക് വേഗം എസ്കേപ്പ് ആവാം. ഇവിടെ പോലീസുകാരില്ല എന്തോ ഇതേക്കണ്, പക്ഷേ ഹൈവേയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചോണേ പോലീസുകാർ. അയ്യോ ഒരു പോലീസുകാരനാ, അത് കുഴപ്പമില്ല. നമ്മൾ ഇതേ വേറെ ഇടയിലെ പോലീസുകാർ ഫുള്ള് പോലീസുകാരാണ്. പിന്നെ എസ്കേപ്പ് പോകാൻ നല്ല കഷ്ടപ്പാടാന്ന് തോന്നുന്നു. 4 സ്റ്റാർ വേണ്ടല്ലോ അല്ലേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 4 സ്റ്റാറൊക്കെ വരുന്നത്. അയ്യോ ഫൈനലി സ്റ്റാർ പിന്നെ തുടങ്ങി 4 സ്റ്റാറിൽ നമ്മൾ രക്ഷപ്പെടാറായിട്ടുണ്ട്. അപ്പുറത്തോടെയൊക്കെ പോലീസും ഉണ്ട്, തൊട്ട് ബാക്ക് ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർ പോയിടോ ഫൈനലി. വണ്ടി പൊട്ടിത്തെറിച്ചില്ല കേസ് വൈദ്യുതിന്, വണ്ടിയുടെ അവസ്ഥ വളരെ മോശമായി കേസ്. നിർത്തി വണ്ടി നിൽക്കുന്നത് കാണിച്ചതരാം കേസ്. വണ്ടിയുടെ അവസ്ഥയ്ക്ക് എങ്ങനെ ഇരിക്കേണ്ടായ വണ്ടിയാണ്, ഇടിക്കാണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞതാണ് കേസ് വണ്ടി ഇപ്പോൾ ഇനി ഇടിക്കാനായിട്ട് വേറെ സ്ഥലം ബാക്കിയില്ല കേസ്. ഇടിക്കാൻ പറ്റാ എല്ലാ സ്ഥലത്തും ഞാൻ അടിച്ചിട്ടുണ്ട്, മേലെ എല്ലാ സൈഡിലും അടിച്ചിട്ടുണ്ട് കേസ്. എനിക്ക് ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ, ചുറ്റും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇൻറ്റീരിയർ എങ്ങനെയുണ്ടാണോ ഉള്ളുഭാഗത്തിൽ? അയ്യോ ട്രെയിൻ ഉള്ളുഭാഗത്തിൽ കാര്യമില്ല കേസ്, പറയാൻ നിന്നപ്പിക്കും ട്രെയിൻ വന്ന്. നമുക്ക് നേരെ കൊണ്ട് റിപ്പയർ ചെയ്യാം കേസ്, എന്നിട്ട് നമുക്ക് മൈക്കിളിൽ കൊടുക്കാം. രാത്രി പറയാം നമുക്ക് വേഗം പോവാ. അതിന് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി കേസ്. അപ്പം രാത്രി ഏകദേശം രാത്രി കേസ് ഒരു രാത്രി അടുത്തായി. നമുക്ക് വേഗം കയറ്റാം കേസ്. തുറക്കറാ, അത് തുറക്കാത്തേ, തുറക്ക്, അടച്ചാ തുറക്കറ വണ്ടി അല്ല വണ്ടി റൂം തുറക്കറത് തുറക്കണില്ല, അത് തുറക്കറോ? എൻ്റെ ഇടി കൊടുത്താലേ തുറക്കുള്ളൂ എന്ന് തോന്നുന്നു. അതിന് സ്കേറ്റ് ഉണ്ട് കേസ്, നമുക്കിനി വേഗം റിപ്പയർ ചെയ്യത്. അതിൻ്റെ കേസ് നമ്മുടെ വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്യേണ്ട കേസ്. നമ്മളങ്ങനെ വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ സീനിലൊക്കെ കേസ് അടിയിൽ നിയോൺ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേസ്. നമ്മൾ രാവിലെ അതിനൊന്നും കണ്ടു കേസ്, രാത്രി പൊടിൻ്റെ ഭംഗി വർദ്ധിക്കുവന്നേ. ഏറ്റവും പുറത്തിറങ്ങി കാണിച്ചു തരാം കേസ്. അയ്യോ പുറത്തിറങ്ങി ലൈറ്റൊക്കെ ഓഫ് ആവും. അന്ന് ഫസ്റ്റ് ഇങ്ങനത്തെ ലുക്ക് കാണിച്ചു തരാം കേസ്, അറിയാം അതിൽ. സെറ്റ് വണ്ടി കൊള്ളാം കേസ്. പെഗാസിന് അങ്ങനെ അതിൻ്റെ പേര് പറയണം കേസ്, ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല കേസ്. പെഗാസി ഞാൻ തോന്നുന്നു അങ്ങനെ എന്തോ കേസ് പേര്, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേസ് അങ്ങനത്തെ ഒരു പേര്. കേസ് നമുക്ക് ലൈറ്റ് ഓണാക്കി നോക്കാം കേസ്, ഉള്ളിൽ കയറി ലൈറ്റ് ഓണേണ്ടതാണ് കേസ്. മോനെ സെറ്റ് ലൈറ്റ് കേസ്. ആ നിയോൺ ലൈറ്റൊക്കെ സീൻ ഗോൾഡ് കളറൊക്കെ ആയിട്ട് ഈ വണ്ടിക്ക് അത്യാവശ്യം മാച്ചാവുണ്ട് കേസ്. ഹെഡ് ലൈറ്റിൻ്റെ കളർ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേസ്. നീല ലൈറ്റാണ് കാണുന്നത്, സാധാരണ വെള്ളയാണ് കാണാറ്. എന്തായാലും സാധനം സിനിമയുണ്ട് കേസ്. നമുക്കിനി ഇത് മൈക്കിളിൻ്റെ വീട്ടിൽ കൊണ്ടിടാം. അതിന് പിന്നെ കേസ് നമുക്കിത് എത്ര സ്പീഡിൽ പോകും നോക്കാം കേസ്. അതിന് ഇത് നോക്കിയിട്ട് എത്ര സ്പീഡിൽ പോകുന്നു. അതിന് കേസ് അത്യാവശ്യം സ്ട്രൈറ്റ് ആയ റോഡിലെത്തിണ്ട് സിനി നോക്കാം കേസ്. നമുക്ക് 200 കയറുന്നു തോന്നുന്നു കേസ്. ഇത്ര വട്ടം തന്നെ 190 ആയിട്ടുണ്ട്, നന്നായി കയറുന്നുണ്ട് ഈ സാധനം. 200 കയറി കേസ്, 200 കയറുന്നുണ്ട് കേസ്. 207 വരെ എത്തി. ഇനി കയറാവോ? കുറേയാണ് ചെയ്യണത്. കൂടുണ്ട്. ഇരുന്നൂറ്റെട്ട് കഴിയണേ കേസ്. 208 വരെ നിൽക്കുന്നുണ്ട് കേസ്. 208 വരെയാണ് കേസ് നിൽക്കണേ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് കേസ്. ഇനി നമുക്ക് അതിന് നേരെ മൈക്കിളിൻ്റെ വീട്ടിൽ കൊണ്ടിട്ടാം കേസ്. അത്യാവശ്യം രാത്രിയായി കേസ്. മൈക്കിളിൻ്റെ വേണ്ടി എത്തിയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇങ്ങനെ രാവിലെ കേസ് നല്ല സമയത്ത് നിങ്ങളെത്തേ തുറക്കട്ടെ. നമുക്ക് ഗാരേജ് കയറ്റിടാം കേസ്. ഗാരേജ് കയറ്റിടാൻ കേസ് മൈക്കിൾ പറഞ്ഞേ. ഇവിടെ ആരും കാണാനില്ല, കയറ്റിടാം കേസ്. എന്തായാലും
ആ മൈക്കിൾ അതിനുള്ളിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. കയറ്. മൈക്കിൾ നോക്കുന്നുണ്ട് സ്ക്രാച്ച് വല്ലതായോന്ന്. വണ്ടിയിലെ നോക്കണ്ടായിരുന്നു. സമാധാനോട് നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. എന്താ കയറി സംസാരിക്കാനെ? കൊല്ലിക്കാനെ എന്തിന്റെ പരിപാടി? നീ ചൂടാവില്ല, അകത്ത് കയറിയിരിക്കാം, നമുക്ക് സെറ്റ് ആക്കാം. ഗൈസ് നമ്മൾ അകത്ത് കയറിക്കാനെ പറയണേ ഗൈസ്. നമുക്ക് അകത്ത് കയറിക്കാതെ കരുതി. നീ വരണില്ലടാ? ശരി, നടന്നു ഞാൻ വരാം. മൈക്കിൾ ഇപ്പോൾ വരാമെന്ന് ഗൈസ് പറയണേ. നമുക്ക് അവിടെ പോയി എന്തായാലും ഇരിക്കുക. ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കും. ആ മൈക്കിൾ നീ എന്താ പറഞ്ഞേ? കുറച്ച് പോലീസല്ലേ കയറുള്ളൂ. എൻ്റെ പിന്നെ നല്ല 100 കണക്കിന് പോലീസിൻ്റെ ഇടവും. ഞാൻ ജസ്റ്റ് പോലീസിനെ രക്ഷപ്പെട്ടത് എൻ്റെ ഭാഗ്യം എന്ന് പറയാം. ഞാൻ ഓൾമോസ്റ്റ് ചത്തതായിരുന്നു. സോറിയുടെ ഫ്രാങ്ക്ലിനെ എനിക്കറിയില്ല എന്നിട്ട് എത്ര ആൾക്കാർ വരുന്നത്. ഞാനെങ്ങനെ അറിയാണ്ട് അവർ ഇത്ര അധികം ആൾക്കാർ ഓടിക്കുന്നത്? എന്താണ് അപ്പോൾ എനിക്കൊന്നും അറിയാണ്ടല്ലോ എന്നോട് ഈ സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞേ. ശരിടാ, എന്നെ കൊല്ലിക്കാൻ തന്നെ ആയിരുന്നു എൻ്റെ പരിപാടി. നീ അങ്ങനെയൊന്നും പറയല്ലേ, നമുക്ക് സെറ്റാക്കാം. എന്ത് സെറ്റാക്കാൻ? കുറേ നേരം ആയാലും പറയണ കുറേ സെറ്റാക്കാന്ന്. ചത്തിരുന്നെങ്കിൽ ഞാനല്ലടാ ജാവാ, നീ അല്ലല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നീ എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ടോ? നിന്റെ അവിടെ തിരിച്ചോണ്ടാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നീ പറയും കാർ എടുത്താൽ നിനക്ക് എത്ര വേണം? നമുക്ക് കുറച്ച് കൂട്ടി ചോദിക്കാം ഗീസ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിനക്കൊരു മില്യൺ തരാൻ പറ്റൂ? ആടെ സെറ്റ് 1 മില്യൺ ഇല്ല. ഞാൻ ഒരു അക്കൗണ്ടിലേക്ക് ഇടാടാ. എന്താടാ ഹാപ്പി അല്ലേ? എന്നാൽ പിന്നെ നീ വേഗം പോയിക്കോ. എന്തായാലും നീ കുറേ കഷ്ടപ്പെടല്ലേ, പോയി റെസ്റ്റ് എടുക്ക്. എന്നാൽ ശരിയുടെ മൈക്കിളെ, പിന്നെ കാണാം. പിന്നെ ഇനി ഇങ്ങനത്തെ എല്ലാ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി, നമ്മൾ സെറ്റാക്കുമൊക്കെ. സെറ്റ് നമുക്ക് 1 മില്യൺ കിട്ടി. ഞാൻ വെറുതെ ചോദിച്ചതാണ് ഗൈസ്. ആള് പറയാൻ വന്നപ്പോൾ ഞാൻ വെറുതെ ഒരു എമൗണ്ട് കൊണ്ടാണ് ഗൈസ്. നമുക്ക് 1 മില്യൺ അങ്ങനെ തന്നെ കിട്ടി. ചോദിച്ചപ്പോൾ ഈ കളി തന്നു ഗൈസ്. നമുക്ക് എന്തായാലും നാളത്തെ നമ്മുടെ അക്കൗണ്ടിൽ ഇടാന്ന് ഗൈസ് പറഞ്ഞോണേ. നമുക്ക് വേഗം നമ്മുടെ വീട്ടിൽ പോകാം ഗൈസ്. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. അതിന് നമുക്ക് ടാക്സി വിളിക്കാം ഗൈസ്. ഇവിടെ നമ്മുടെ വണ്ടി തപ്പി നിന്ന് കുറേ നേരം എടുക്കും. നമുക്ക് വേഗം ഒരു ടാക്സി വിളിക്കാം. ടാക്സി എത്തി ഗൈസ്. പെട്ടെന്ന് വരാൻ ടാക്സിയാണ് ഗൈസ്. ഫൈനലി ഗൈസ് നമ്മൾ വീട്ടിലെത്തി. വേഗം പോയി ഡ്രസ്സ് മാറാം ഗൈസ്. നമ്മൾ നനഞ്ഞ് ചീഞ്ഞു ഗൈസ് ആകെ. വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അതിന് ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഗൈസ്. നമുക്ക് രാത്രി ഗൈസ്. നമുക്ക് വേഗം കിടന്ന് ഉറങ്ങാം. നല്ല ക്ഷീണമുണ്ട് ഗൈസ്. നമ്മൾ കാറൊക്കെ മോഷ്ടിച്ചൊന്ന് നല്ല ക്ഷീണമുണ്ട് ഗൈസ്. വേഗം കിടന്ന് ഉറങ്ങാമെന്ന്. മോനെ കാശ് ക്രെഡിറ്റ് ഗൈസ്. നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കാശ് ക്രെഡിറ്റ് ആയി ഗൈസ്. നമ്മൾ പറഞ്ഞപ്പോൾ കുറച്ച് കൂട്ടി പറഞ്ഞു ഗൈസ്. അതാൾ അങ്ങനെ തന്നെ തന്നു. ഒന്നും പറയാനൊന്നുമില്ല ഗൈസ്. മൈക്കിള് നമ്മൾ ചോദിച്ച എമൗണ്ട് അങ്ങനെ തന്നെ ഗൈസ് നമുക്ക് തന്നു. നമ്മുടെ അടുത്ത കാർ അത്ര നല്ല കാറാണെന്ന് തോന്നുന്നു ഗൈസ്. മൈക്കിളിൻ്റെ ആ കാർ എന്തിനാന്ന് എനിക്ക് അറിഞ്ഞോ ഗൈസ്. അത് നമ്മൾ ചോദിക്കാനൊന്നും പോയില്ല ഗൈസ്. നമുക്ക് അതിന് അറിഞ്ഞിട്ടില്ല കാര്യമില്ല. അപ്പോൾ പറഞ്ഞ കാശ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കത് മതി ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ. ഇന്ന് നമ്മളൊരു അത്യാവശ്യം ലക്ഷറിയ കാറാണെന്ന് തോന്നുന്നു ഗൈസ്. അല്ലാണ്ട് നമുക്ക് ഇത്ര കാശൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു കാറാണ് ഗൈസ് നമ്മൾ മോഷ്ടിച്ചത്. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് വരും ഗൈസ്. അപ്പോൾ എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. ഇനി പുതിയ വീഡിയോ കാണാം. അതെ, ബൈ ഗൈസ്.